ഇതാണ് നമ്മുടെ ഭൂമി. ഭൂമിയിൽ ആകെ 7 വൻകരകൾ ഉണ്ടെന്ന് കണക്കാക്കുന്നു. 6 വൻകരകൾ ആണെന്നും 5 വൻകരകളാണെന്നും കണക്കാക്കുന്നവരും ഉണ്ട്. നമുക്കിവിടെ 7 വൻകരകളായി കണക്കാക്കാം. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഒഷ്യാനിയ, അന്റാർട്ടിക്ക. ഇതിൽ ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഏഷ്യൻ വൻകരയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യ, ചൈന, റഷ്യ ഇവയൊക്കെ. റഷ്യയുടെ കുറച്ചു ഭാഗം ഏഷ്യൻ വൻകരയിലും കുറച്ചു ഭാഗം യൂറോപ്യൻ വൻകരയിലുമാണ് ഉള്ളത്. പിന്നെ ഏഷ്യൻ വൻകരയിൽപ്പെട്ട രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. എന്താണ് ഗൾഫ് കൺട്രീസ്? ഗൾഫ് എന്ന വാക്കിൻ്റെ അർത്ഥം കടലിൽ നിന്നും തള്ളി നിൽക്കുന്ന കരഭാഗങ്ങളാൽ ഭാഗികമായി ചുറ്റപ്പെട്ട വാട്ടർ ബോഡി അല്ലെങ്കിൽ കടൽ വെള്ളത്തിൻ്റെ ഒരു ഭാഗം എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് അറബിക്കടൽ കാണാൻ കഴിയും. അറബിക്കടലിൻ്റെ ഗൾഫ് ഭാഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ അറേബ്യൻ ഗൾഫിൻ്റെ അടുത്തു വരുന്ന രാജ്യങ്ങളെയെല്ലാം പൊതുവെ ഗൾഫ് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നു. ബഹ്റൈൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവയാണ് ഗൾഫ് രാജ്യങ്ങളായി കണക്കാക്കുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളിൽപ്പെട്ട 6 രാജ്യങ്ങൾ ചേർന്ന് സാമ്പത്തികം, രാഷ്ട്രീയം, സുരക്ഷ എന്നിവ പരിഗണിച്ചുകൊണ്ട് 1981 രൂപീകരിച്ച ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ സഖ്യമാണ് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അല്ലെങ്കിൽ GCC എന്നറിയപ്പെടുന്നത്. ഇറാനും ഇറാഖും ജിയോഗ്രഫിക്കലി ഗൾഫ് കൺട്രീസ് ആണെങ്കിലും GCC രാജ്യങ്ങളല്ല. GCCയിലെ ഏറ്റവും വലിയ രാജ്യം സൗദി അറേബ്യയാണ്. ഏറ്റവും ചെറുത് ബഹ്റൈനാണ്. ഏറ്റവും എണ്ണ സമ്പത്തുള്ളത് സൗദി അറേബ്യയിലാണ്. പെർ ക്യാപിറ്റ ഇൻകം പരിഗണിച്ചാൽ ഏറ്റവും റിച്ച് രാജ്യം ഖത്തറാണ്. GCCയിലെ എല്ലാ രാജ്യങ്ങളിലും രാജഭരണമാണ് നിലവിലുള്ളത്. UAE അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നത് GCCയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. 7 എമിറേറ്റ്സുകൾ ചേർന്നതാണ് UAE. എമിറേറ്റ്സ് എന്നാൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം ഭരണാധികാരികൾ ഉള്ളതുപോലെ ഓരോ എമിറേറ്റ്സിനും പ്രത്യേകം ഭരണാധികാരികളുണ്ട്. ദുബായ് എന്ന എമിറേറ്റ്സിൻ്റെ റൂളർ തന്നെയാണ് UAEയുടെ ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ. ചിലരെങ്കിലും ദുബായ് ഒരു രാജ്യമായി പറയുന്നത് കേൾക്കാറുണ്ട്. ദുബായ് ഒരു രാജ്യമല്ല. UAE എന്ന രാജ്യത്തിലെ പ്രധാനപ്പെട്ട എമിറേറ്റ്സും സിറ്റിയുമാണ് ദുബായ്. വലിപ്പത്തിൽ 2ാമത്തെ വൻകരയാണ് ആഫ്രിക്ക. ഏകദേശം 54ഓളം രാജ്യങ്ങളുണ്ട് ഈ വൻകരയിൽ. 3ാമത്തെ വൻകരയാണ് നോർത്ത് അമേരിക്ക. ഈ വൻകരയിൽ 23 രാജ്യങ്ങളുണ്ട്. നോർത്ത് അമേരിക്കയിലെ പ്രധാന രാജ്യങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ USA, കാനഡ, മെക്സിക്കോ എന്നിവ. നോർത്ത് അമേരിക്കൻ വൻകരയിലെ ഒരു രാജ്യമായ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയെ ചുരുക്കത്തിൽ അമേരിക്ക എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അടുത്ത വൻകരയാണ് സൗത്ത് അമേരിക്ക. 12 രാജ്യങ്ങളും 3 ടെറിട്ടറികളും ചേർന്നതാണ് സൗത്ത് അമേരിക്ക. അർജന്റീന, ബ്രസീൽ ഇവയൊക്കെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ്. 5ാമത്തെ വൻകരയാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക എന്നത് തണുത്തുറഞ്ഞ ഒരു വൻകരയാണ്. അവിടെ രാജ്യങ്ങളും ഗവൺമെൻറ്റും ഒന്നും ഇല്ല. മനുഷ്യരുടെ സ്ഥിരവാസവും ഇല്ല. അന്റാർട്ടിക് ട്രീറ്റി പ്രകാരം 54 രാജ്യങ്ങൾ ഇവിടെ റിസർച്ചിനായും മറ്റ് ആവശ്യങ്ങൾക്കായും ഉപയോഗിക്കുന്നുണ്ട്. 6ാമത്തെ വൻകരയാണ് യൂറോപ്പ്. ഏകദേശം 50ഓളം രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട്. യൂറോപ്പ് വൻകരയിലെ രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ യൂണിയനാണ് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ EU എന്നറിയപ്പെടുന്നത്. ഇന്ന് 27 രാജ്യങ്ങൾ ഈ യൂണിയനിൽ അംഗമാണ്. ഈ രാജ്യങ്ങളെ പൊതുവെ EU കൺട്രീസ് എന്ന് വിളിക്കാറുണ്ട്. ഇതിൽ സൈപ്രസ് എന്ന രാജ്യം ജിയോഗ്രഫിക്കലി നോക്കിയാൽ യൂറോപ്യൻ വൻകരയിലല്ല. എങ്കിലും ഈ രാജ്യം ഒരു EU മെമ്പറാണ്. UK മുൻപ് യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് EU മെമ്പർ അല്ല. അതുപോലെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായ സ്വിറ്റ്സർലാൻഡ്, യുക്രൈൻ, നോർവേ ഇവയൊന്നും EU മെമ്പേഴ്സ് അല്ല. ഇവയൊന്നും EU മെമ്പേഴ്സ് അല്ലെങ്കിലും EEA, ഷെങ്കൺ ഏരിയ അതുപോലെയുള്ള ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്സിലൂടെ കണക്റ്റഡ് ആണ്. എന്താണ് EEA അല്ലെങ്കിൽ യൂറോപ്യൻ എക്കണോമിക് ഏരിയ? യൂറോപ്യൻ യൂണിയനിൽ അല്ലാത്ത രാജ്യങ്ങൾക്കു കൂടി യൂറോപ്യൻ യൂണിയൻ സിംഗിൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച എഗ്രിമെൻ്റ് ആണ് EEA. ടോട്ടൽ 27
EU രാജ്യങ്ങളും 3 നോൺ EU രാജ്യങ്ങളും ഇതിൽ മെമ്പേഴ്സാണ്. നോർവേ, ഐസ്ലാൻഡ്, ലിക്റ്റൻസ്റ്റൈൻ എന്നീ രാജ്യങ്ങളാണ് നോൺ EU ആയിട്ടുള്ള EEA മെമ്പേഴ്സ്. ഇനി എന്താണ് ഷെങ്കൻ ഏരിയ എന്ന് നോക്കാം. ഷെങ്കൻ വിസ എന്ന് നമ്മളെല്ലാം കേട്ടിരിക്കും. ഇതും യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വിസയുടെ ആവശ്യമില്ല. ഈ സോണിൽ ഫ്രീ മൂവ്മെൻറ്റ് സാധ്യമാകുന്നു. 27 യൂറോപ്യൻ രാജ്യങ്ങൾ ഷെങ്കൻ ഏരിയയിൽ പെടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത ഐസ്ലാൻഡ്, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ലിങ്ക്ടെൻസ്റ്റൈൻ എന്നീ രാജ്യങ്ങൾ ഷെങ്കൻ രാജ്യങ്ങളിൽ മെമ്പേഴ്സാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ ഉള്ള അയർലൻഡ്, റൊമാനിയ, ബൾഗേറിയ എന്നീ രാജ്യങ്ങൾ ഷെങ്കൻ രാജ്യങ്ങളല്ല. യൂറോപ്പ് വൻകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ്. നമ്മൾ ചുരുക്കി UK എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. UK എന്നത് 4 രാജ്യങ്ങൾ ചേർന്നുണ്ടായ ഒരു രാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവ ചേർന്നാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് ഉണ്ടായത്. 1801 അയർലൻഡ് മുഴുവനായും UK-യിലായിരുന്നു. പിന്നീട് 1922 അയർലൻഡ് പാർട്ടീഷൻ നടന്നപ്പോൾ നോർത്തേൺ അയർലൻഡ് UK-യുടെ കൂടെ ചേരുകയും ബാക്കി ഭാഗം അയർലൻഡ് എന്ന രാജ്യമായി നിലനിൽക്കുകയും ചെയ്തു. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ് എന്നിവ ചേർന്ന ഏറ്റവും വലിയ ബ്രിട്ടീഷ് ദ്വീപാണ് ബ്രിട്ടൻ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. UK-യെ മൊത്തത്തിലും ചില സമയങ്ങളിൽ ബ്രിട്ടൻ എന്ന് വിളിക്കാറുണ്ട്. എങ്കിലും ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ് എന്നിവ ചേർന്ന അയർലൻഡാണ് ശരിക്കും ബ്രിട്ടൻ. UK-യിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി സിസ്റ്റമാണ് നിലവിലുള്ളത്. എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് സ്റ്റേറ്റ് കിങ് അല്ലെങ്കിൽ ക്യൂനാണ്. ഇപ്പോഴത്തെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് കിങ് ചാൾസ് ആണ്. ഹെഡ് ഓഫ് ഗവൺമെൻറ് പ്രൈം മിനിസ്റ്ററാണ്. ഇവിടെ കിങ്ങിന് പ്രത്യേക അധികാരങ്ങളൊന്നുമില്ല. അധികാരമെല്ലാം പാർലമെൻറ്റിനും പ്രൈം മിനിസ്റ്റർക്കുമാണ്. UK-യിലെ രാജ്യങ്ങളായ സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവയ്ക്ക് അവരുടേതായ ഫസ്റ്റ് മിനിസ്റ്ററുണ്ട്. UK എന്ന രാജ്യത്തിൻ്റെ മൊത്തം നിയന്ത്രണത്തിനായി UK പ്രൈം മിനിസ്റ്ററും ഉണ്ട്. UK-യുടെ ക്യാപിറ്റലാണ് ലണ്ടൻ. സാംസ്കാരികമായും ചരിത്രപരമായും സാമൂഹികപരമായും ബന്ധപ്പെട്ട് കിടക്കുന്ന നോർത്തേൺ യൂറോപ്പിലെ രാജ്യങ്ങളായ ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ ഗ്രൂപ്പാണ് നോർഡിക് രാജ്യങ്ങൾ. ഇതിൽ തന്നെ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നും അറിയപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ ഫിൻലാൻഡിനെ സ്കാൻഡിനേവിയൻ രാജ്യമായി ചിലർ പറയാറുണ്ട്. എന്നാൽ സാംസ്കാരികമായും ചരിത്രപരമായും ഫിൻലാൻഡിന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായി ബന്ധമുണ്ടെങ്കിലും ഫിൻലാൻഡ് ടെക്നിക്കലി ഒരു സ്കാൻഡിനേവിയൻ രാജ്യം അല്ല. അവസാനത്തെ വൻകരയാണ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഒഷ്യാനിയ. 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളും 14 ചെറിയ ദ്വീപ് രാജ്യങ്ങളും ചേർന്നതാണ് ഒഷ്യാനിയ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. 3D എക്സ്പ്ലനേഷൻ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. If you would like to watch the videos in English, please check the description where we have included the link to our English channel.